അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ മസദിലെ ആദ്യ 2 വചനങ്ങളെക്കുറിച്ചാണ് ഇന്നലെ നാം മനസ്സിലാക്കിയത്. ഇന്ന് അതിൻ്റെ തുടർഭാഗം അവസാനത്തെ 3 വചനങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 3 വചനങ്ങളിൽ അബൂലഹബിനും അവന്റെ ഭാര്യ ഉമ്മു ജമീലിനും ലഭിക്കാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു വിവരിക്കുന്നത്. 3-ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: സയസ്ലാ നാറൻ ദാത ലഹബ്. കത്തിജ്വലിക്കുന്നതായ അഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. ഈ ആയത്തിലെ സീൻ, സയസുല എന്നതിലുള്ള സീൻ, ആ അക്ഷരം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അബൂലഹബ് നരകത്തിൽ കരിയുമെന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുകയാണ്. ലഹബ് എന്ന വാക്കിന്റെ അർത്ഥം ജ്വാല എന്നാണ്. അവന്റെ പേരിനോട് സാമ്യമുള്ളതാണ് ഈ ലഹബ് എന്നുള്ളത്. ദുനിയാവിൽ അവൻ അഭിമാനത്തോടെ കൊണ്ടു നടന്ന ആ പേര് പരലോകത്ത് അവന് ലഭിക്കുന്ന ശിക്ഷയുടെ പേരായി മാറുന്നു എന്നത് വലിയൊരു പരിഹാസമാണ്. 2-ാമത്തെ ആയത്തിന്റെ വിശദീകരണം, അഥവാ ഈ അധ്യായത്തിലെ 4-ാമത്തെ ആയത്ത്, വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ ഭാര്യയും വിറക് ചുമട്ടുകാരിയുമായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ വിതറാൻ വേണ്ടി അവൾ മുള്ളുകൾ ചുമന്നു കൊണ്ടുവന്നിരുന്നു. ഇവിടെ ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമക്കുക എന്നത് മറ്റൊരർത്ഥപ്രകാരം പരദൂഷണം പറയുന്നതിനും ഉപയോഗിക്കുന്ന പ്രയോഗമാണ്, അഥവാ നമീമത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ അവൾ അത്രയേറെ ശ്രമിച്ചിരുന്നു എന്നർത്ഥം. അവൾ വലിയ തറവാട്ടുകാരിയാണ്, പണക്കാരിയാണ്, സമ്പന്നയാണ്. അവളെയാണ് ഖുർആൻ വിറക് ചുമട്ടുകാരി എന്ന് വിളിച്ച് അഭിമാനിച്ചത്. അഥവാ സത്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് പദവികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വിലയില്ല എന്നതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത്. ഈ അധ്യായത്തിലെ അവസാനത്തെ ആയത്ത് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അതിൻ്റെ അർത്ഥം അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ട് എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ അവൾ വില കൂടിയ മാലകൾ അണിഞ്ഞ് അഹങ്കരിച്ചിരുന്നു. എന്നാൽ പരലോകത്ത് അവൾക്ക് പകരം ലഭിക്കുന്നത് പരുക്കനായ ചുട്ടുപഴുത്ത ഈന്തപ്പന നാരുകൊണ്ടുള്ള, അതിനാണ് മസദ് എന്ന് പറയുക, ഈന്തപ്പന നാരുകൊണ്ടുള്ള കയറായിരിക്കും. ഇതറിയിക്കുന്നത് അവളുടെ നീചമായ സ്വഭാവത്തിനുള്ള പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കാൻ അവൾ കാട്ടിയ ആവേശത്തിന് അള്ളാഹു നൽകുന്ന ശിക്ഷയും അപമാനവും ഒരേ സമയം ഈ ആയത്തിലൂടെ നിഴലിക്കുകയാണ്. അതോടൊപ്പം ഈ സൂറത്ത് ഒരു കുടുംബത്തെ മുഴുവനായി പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ശപിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ സൂറത്തിനുണ്ട്. അള്ളാഹുവിന്റെ ദീനിനോട് ശത്രുത കാണിക്കുന്നവർക്ക് ലഭിക്കുന്ന ശക്തമായ താക്കീതാണ് ഈ അധ്യായം നൽകുന്നത്. ഈ അധ്യായം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. അബൂലഹബിനെയും ഭാര്യയെയും പോലെ സത്യത്തിന്റെ വെളിച്ചത്തെ അണയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒടുവിൽ ലഭിക്കുന്നത് വലിയ പരാജയവും അപമാനവുമായിരിക്കും എന്നാണ് ഈ സൂറത്ത് നൽകുന്ന സന്ദേശം. ഈ സൂറത്ത് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിലും സത്യത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ. അള്ളാഹു നമ്മയൊക്കെ നരകശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ.